കോഴഞ്ചേരിയിൽ സപ്ലൈകോ ഗോഡൌണിൽ എത്തിച്ച 2200ഓളം ചാക്ക് അരി മോശം ഗുണനിലവാരത്തിലുള്ളതെന്ന് കണ്ടെത്തൽ. ഇതോടെ അരി തിരിച്ചയക്കാൻ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി. കോഴഞ്ചേരി താലൂക്കിന്റെ കുലശേഖരപേട്ടയിലുള്ള സപ്ലൈകോ ഗോഡൌണിലെത്തിയ അരിയാണ് തിരിച്ചയക്കാൻ ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ച എത്തിയ 5 ലോറി അരിയാണ് പരിശോധനയിൽ മോശമാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ നിലവാരമില്ലാത്ത 5 ലോറി അരിയും തിരിച്ചയക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇവ തിരിച്ചെടുക്കാൻ കമ്പനി തയ്യാറാകുന്നില്ല. എറണാകുളം കാലടിയിലുള്ള JBS അഗ്രോ മില്ലിൽ നിന്നുമാണ് അരി എത്തിയത്. ഇതോടെ അരി കഴിഞ്ഞ 2 ദിവസമായി കെട്ടിക്കിടക്കുകയാണ്. തിരിച്ചയക്കാനുള്ള നിർദ്ദേശം നൽകിയതും തിരിച്ചെടുക്കാൻ കമ്പനി തയ്യാറാകാത്തതും ലോറി ഡ്രൈവർമാരെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അരിയുമായി എത്തിയ ലോറികൾ ഗോഡൌണിന് സമീപം നിർത്തിയിട്ടിരിക്കുന്നതിനാൽ ഗോഡൌണിലേക്ക് മറ്റു വാഹനങ്ങൾക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇവിടെ തിരക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു കാരണവശാലും ഇത് ഇറക്കി വെക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. തിരിച്ച് മില്ലുടമയ്ക്ക് ഈ അരി വേണ്ടതാനും. ഞങ്ങളിവിടെ ആഹാരവും വെള്ളമൊന്നും ഇല്ലാതെ ഇവിടെ പട്ടിണിയാണ്. ഈ അരി എടുത്ത് റോഡിലോ മറ്റു സൈഡിലോ ഒന്നും കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്തിട്ടിട്ട് കിടക്കാനൊന്നും ഒക്കത്തില്ല. ഇതെന്ന് വെച്ചാൽ GPS ട്രാക്കിംഗ് ഉള്ള വണ്ടിയാണ്. ഇവർ അരി കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് വേറെ പ്രശ്നങ്ങളാണ്. വണ്ടി വേറെ റൂട്ടിലൊക്കെ പോയെന്നും പറഞ്ഞ് പിന്നെ അത് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഇടാനും ഇവർ സമ്മതിക്കുന്നില്ല. വണ്ടി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കോമ്പൗണ്ടിൽ നിന്ന് മാറ്റണമെന്നും പറഞ്ഞിരിക്കുക. അവർ പോലീസിനെയൊക്കെ വിളിച്ച് നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി ഇട്ട് കൊടുത്ത് അവർക്ക് ലോഡ് ഇറക്കുന്ന സൗകര്യത്തിന് വേണ്ടി ഒതുക്കി ഇട്ട് കൊടുത്തു. അങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ മാറ്റിയിട്ട് കാത്തിരിക്കുകയാണ്. അവർ പറയുന്ന ഇന്ന് ഇപ്പം വണ്ടി ഇവിടുന്ന് കോമ്പൗണ്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ്. സംഭവത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. മില്ലുടമയുടെ ഭാഗത്തു നിന്ന് ലോഡ് തിരിച്ചു കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ. നിലവാരമില്ലാത്ത അരി എത്തിയതിൽ കൃത്യമായ പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.